നമസ്കാരം. സംസ്ഥാനത്ത് പുതിയ ഭരണ നേതൃത്വം അധികാരമേറ്റെടുത്തതിന് പിന്നാലെ ആഭ്യന്തര വകുപ്പിൽ വിപ്ലവകരമായിട്ടുള്ള ഭരണപരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പുതിയ ഉത്തരവുകൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. മുൻ സർക്കാരിൻ്റെ കാലത്ത് രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ച് പോലീസ് സേനയുടെ പ്രവർത്തനം തകിടം മറിഞ്ഞു എന്ന വ്യാപകമായിട്ടുള്ള ആക്ഷേപം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ രമേശ് ചെന്നിത്തല തൻ്റെ മുൻകാല ഭരണപരിചയത്തിൻ്റെ വെളിച്ചത്തിൽ നിർണായക നീക്കങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായിട്ട് ഭരണകക്ഷിയുടെ പോഷക സംഘടനയെപ്പോലെ നിഷ്ക്രിയമായിട്ട് പ്രവർത്തിക്കുകയും പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തകരെ ക്രൂരമായിട്ട് അടിച്ചമർത്താൻ കൂട്ടുനിൽക്കുകയും ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരുടെ ശൈലി മാറ്റിയെടുക്കുക എന്നതാണ് പുതിയ നേതൃത്വത്തിൻ്റെ അടിയന്തര ലക്ഷ്യം. നവകേരള സദസ്സ് പോലെയുള്ള മുൻ സർക്കാരിൻ്റെ പരിപാടിക്കിടെ പ്രതിപക്ഷ പ്രതിഷേധങ്ങളെ നേരിട്ട പോലീസിൻ്റെ നടപടികൾ വലിയ രീതിയിലുള്ള ജനരോഷത്തിന് കാരണമായിരുന്നു. ഈ സാഹചര്യത്തിൽ നിയമപാലകരിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം വീണ്ടെടുക്കുന്നതിനും പോലീസ് സേനയ്ക്ക് നഷ്ടപ്പെട്ടു പോയ മാന്യതയും നിഷ്പക്ഷതയും തിരിച്ചു നൽകുന്നതിനുമുള്ള വിപുലമായിട്ടുള്ള നവീകരണ പ്രക്രിയയ്ക്കാണ് ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് നടപ്പിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണപരമായിട്ടുള്ള പരിഷ്കാരങ്ങളിൽ ഒന്നായിട്ടുള്ള സ്റ്റേഷൻ ഹൗസ് ഓഫീസർ SHO സംവിധാനം പൂർണ്ണമായിട്ടും ഉടച്ചു വാർക്കാൻ പുതിയ ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചു. മുൻ സർക്കാരിൻ്റെ കാലത്ത് സംസ്ഥാനത്തെ 480 പോലീസ് സ്റ്റേഷനുകളിൽ സർക്കിൾ ഇൻസ്പെക്ടർമാരെ നേരിട്ട് സ്റ്റേഷൻ ഭരണത്തിൻ്റെ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് കൊണ്ടുവന്ന പരിഷ്കാരം ക്രമസമാധാന പാലനത്തിൽ വലിയ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയെന്നാണ് പുതിയ വിലയിരുത്തൽ. പരമ്പരാഗതമായിട്ട് നിലനിന്നിരുന്ന പഴയ സർക്കിൾ സംവിധാനം പുനഃസ്ഥാപിക്കാനും സ്റ്റേഷനുകളുടെയൊക്കെ തന്നെ ദൈനംദിന ഭരണം അത് വീണ്ടും സബ് ഇൻസ്പെക്ടർമാർക്ക് തന്നെ കൈമാറുവാനുമാണ് ഇപ്പോൾ പുതിയ കോൺഗ്രസ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. മുൻ സർക്കാർ കൊണ്ടുവന്ന നിയമങ്ങൾ അപ്പാടെ മാറ്റിക്കൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് സ്റ്റേഷനുകളിൽ കൂടുതൽ സുതാര്യമായിട്ടുള്ള രീതിയിൽ സമീപിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു വികേന്ദ്രീകൃത ഭരണശൈലിയിലേക്ക് പോലീസിനെ മാറ്റിയെടുക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പുതിയ പരിഷ്കാരങ്ങളൊക്കെ തന്നെ നടപ്പിലാക്കുന്നതിനായിട്ട് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ സമർപ്പിച്ച വിശദമായിട്ടുള്ള പദ്ധതി റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് അംഗീകരിച്ചു കഴിഞ്ഞതായിട്ടാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. പുതിയ നിയമപ്രകാരം പ്രതിവർഷം 3000-ലധികം FIRകൾ രജിസ്റ്റർ ചെയ്യുന്ന സംസ്ഥാനത്തെ അതിപ്രധാനമായിട്ടുള്ള വലിയ പോലീസ് സ്റ്റേഷനുകളിൽ മാത്രമേ ഇനി കൂടുതൽ ഇൻസ്പെക്ടർമാർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരായിട്ട് തുടരുകയുള്ളൂ. എന്നാൽ താരതമ്യേന കേസ് ഡയറികളൊക്കെ കുറവുള്ള BC ക്ലാസ് സ്റ്റേഷനുകളിൽ നിന്നും ഇൻസ്പെക്ടർമാരെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയും 1000-ൽ താഴെ മാത്രം വാർഷിക FIRകൾ വരുന്ന ഇത്തരം സ്റ്റേഷനുകളുടെ പൂർണ്ണ ചുമതല സബ് ഇൻസ്പെക്ടർമാർക്ക് തിരികെ നൽകുകയും ചെയ്യും. ഇതോടെ വലിയ പ്രധാന സ്റ്റേഷനുകൾ ഒഴികെയുള്ള മേഖലകളിൽ 2 സ്റ്റേഷനുകൾക്ക് ഒരു ഇൻസ്പെക്ടർ എന്ന നിലയിലുള്ള പഴയ മേൽനോട്ട സംവിധാനം നിലവിൽ വരികയും ഇതുവഴി സേനയുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാവുകയും ചെയ്യുമെന്നാണ് DGPയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. സ്റ്റേഷൻ ചുമതലകളിൽ നിന്നും ഒഴിവാക്കപ്പെടുന്ന സർക്കിൾ ഇൻസ്പെക്ടർമാരെ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന മറ്റ് അടിയന്തര കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായിട്ട് വിന്യസിക്കാനാണ് ആഭ്യന്തര വകുപ്പ് പദ്ധതികൾ. ഈ പരിഷ്കാരത്തിലൂടെ ലഭ്യമാകുന്ന വലിയൊരു വിഭാഗം CIമാരെ സംസ്ഥാനത്തെ സൈബർ ക്രൈം ഡിവിഷനുകളിലും സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ അന്വേഷിക്കുന്ന പ്രത്യേക പോക്സോ വിങ്ങുകളിലുമൊക്കെ തന്നെ പുനർനിയമിക്കും. നിലവിൽ സൈബർ തട്ടിപ്പുകളും കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളുമൊക്കെ തന്നെ വലിയ തോതിൽ വർദ്ധിച്ചിട്ടും ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലാതെ വലയുന്ന ഈ പ്രത്യേക വിഭാഗങ്ങൾക്ക് പുതിയ തീരുമാനം വലിയ ഊർജ്ജം പകരും. പുതിയ ഭരണകൂടം അധികാരം ഏറ്റെടുത്ത ശേഷം ആഭ്യന്തര വകുപ്പിൽ നടപ്പിലാക്കാൻ പോകുന്ന ഏറ്റവും വലിയ പുനഃസംഘടനയായിരിക്കും ഇതെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇതുവഴി പോലീസ് സ്റ്റേഷനുകളിലെ അനാവശ്യ കെട്ടുപാടുകളൊക്കെ തന്നെ ഒഴിവാക്കാനും അന്വേഷണ മികവ് വർദ്ധിപ്പിക്കാനും സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഭരണപരമായിട്ടുള്ള മാറ്റങ്ങൾക്കൊപ്പം തന്നെ ജനജീവിതത്തെ ബാധിക്കുന്ന മയക്കുമരുന്ന് മാഫിയക്കെതിരെയും വട്ടിപ്പലിശക്കാർക്കെതിരെയും ഒക്കെ തന്നെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ സ്വീകരിക്കാൻ പുതിയ ആഭ്യന്തരമന്ത്രി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളീയ സമൂഹം വലിയ ആശങ്കയോടെ നോക്കിക്കാണുന്ന ലഹരി മാഫിയകളുടെ പ്രവർത്തനങ്ങൾ വേരോടെ പിഴുതെറിയുന്നതിനായിട്ട് വിപുലമായിട്ടുള്ള കർമ്മ പദ്ധതികളാണ് അണിയറയിൽ ഇപ്പോൾ ഒരുങ്ങുന്നത്. സർക്കാരിൻ്റെ പ്രവർത്തന മികവ് തെളിയിക്കുന്നതിനായിട്ട് പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ 100 ദിന കർമ്മ പദ്ധതികളുടെ ഭാഗമായി ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളും മാഫിയ വിരുദ്ധ റെയ്ഡുകളും ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനായി DGPയുടെ നേതൃത്വത്തിൽ 20ഓളം പ്രത്യേക കർമ്മ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ടെന്നും ഇതുവഴി യുവാക്കളെയും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളെയും ഒക്കെ തന്നെ ലഹരിയുടെ പിടിയിൽ നിന്നും രക്ഷിക്കാനുള്ള ശക്തമായ നിയമനിർമ്മാണങ്ങളൊക്കെ തന്നെ ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരുമെന്നും ആഭ്യന്തര വകുപ്പ് വൃത്തങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കുന്നു. മുൻ മുഖ്യമന്ത്രിയുടെയും മുൻ സർക്കാരിൻ്റെയും രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന വെറും വീട്ടുജോലിക്കാരായിട്ട് കേരളത്തിലെ പോലീസ് സേന അധപതിച്ചുവെന്ന പൊതുജനങ്ങളുടെയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിൻ്റെയും കടുത്ത അമർഷം പരിഹരിക്കാൻ കൂടിയുള്ളതാണ് ഈ പുതിയ നീക്കങ്ങളൊക്കെ തന്നെ. മുൻ ഭരണകാലത്ത് തഴച്ചു വളർന്ന ഗുണ്ടാ സംഘങ്ങളെയും വട്ടിപ്പലിശക്കാരെയും ലഹരി മാഫിയകളെയും ഒക്കെ തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതായിരിക്കും തൻ്റെ പ്രഥമ കർത്തവ്യമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിയമം കയ്യിലെടുക്കുന്ന പ്രവർത്തകർക്കും അവർക്ക് അനാവശ്യ ഒത്താശകൾ ചെയ്തു കൊടുക്കുന്ന ഉദ്യോഗസ്ഥർക്കും പുതിയ ഭരണശൈലി വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല.
നിയമവാഴ്ചയും നീതിയും എല്ലാവർക്കും ഒരുപോലെ ലഭ്യമാക്കിക്കൊണ്ട് ജനാധിപത്യ ബോധമുള്ള ഒരു യഥാർത്ഥ പോലീസ് സേനയെ വാർത്തെടുക്കാനാണ് പുതിയ മാറ്റങ്ങളിലൂടെ ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്.